ജീവിതത്തിൽ പല സമയങ്ങളിലും വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകാറുണ്ട്, വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള താല്പര്യങ്ങൾ തോന്നാറുണ്ട്. പക്ഷേ പല സമയത്തും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ പലതും ചെയ്യാൻ കഴിയാത്തവരായി മാറാറുണ്ട്. എന്നാൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രതീക്ഷയുടെ ഒരു പുതിയ ദിനം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകുകയാണ്. സങ്കീർത്തനം 25-5 വാക്യം, അതിൻ്റെ 2 ഭാഗം, നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ, ദിവസം മുഴുവനും ഞാൻ നിങ്കിൽ പ്രത്യാശ വയ്ക്കുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ ഒരു കീർത്തനമാണിത്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം അല്ലെങ്കിൽ ഒരു വിശ്വാസം, ഉറപ്പ് ഇതാണ്: എൻ്റെ രക്ഷയുടെ ദൈവമാണ് യഹോവ. 2, ഞാൻ എൻ്റെ യഹോവയിലാണ് ദിവസം മുഴുവനും പ്രത്യാശ വയ്ക്കുന്നത്. എന്താ ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നത്? ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആവലാതികളും ഒക്കെ കടന്നു വരാറുണ്ട്. മാനുഷികമായി നമുക്ക് അതിജീവിക്കാൻ കഴിയാത്ത പരിമിതികളുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷേ അവിടെയൊക്കെ എന്നെ പരിപാലിക്കുന്ന, എന്നെ സഹായിക്കുന്ന, എനിക്ക് ജീവിതത്തിൽ പുത്തൻ പ്രതീക്ഷകൾ നൽകുവാൻ പ്രാപ്തമായിട്ടുള്ള എൻ്റെ ഒരു ദൈവമുണ്ട്. അത് എൻ്റെ രക്ഷയുടെ ദൈവമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ ദൈവം അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മളെ ഉപേക്ഷിച്ച് കളയാതെ, വിട്ടുകളയാതെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിൽ ദിനം മുഴുവനും ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. നമുക്ക് ജീവിതത്തിൽ പല സമയങ്ങളിലും വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകാറുണ്ട്, വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള താല്പര്യങ്ങൾ തോന്നാറുണ്ട്. പക്ഷേ പല സമയത്തും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ പലതും ചെയ്യാൻ കഴിയാത്തവരായി മാറാറുണ്ട്. എന്നാൽ ഇന്ന് നാം വായിച്ച ഈ ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമുക്കെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവ് കൊണ്ട് സാധ്യമല്ല. പിന്നെയോ നമുക്ക് നമ്മുടെ ദൈവത്തിൽ ഒരു ആശ്രയമുണ്ടാകണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ദിനം മുഴുവൻ ഞാൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നു. നമ്മുടെ പ്രത്യാശ ആരിലാണ്? പല സമയങ്ങളിലും മാനുഷികമായിട്ടുള്ള പല വ്യക്തികളിലും മറ്റ് പല അനുബന്ധ കാര്യങ്ങളിലും നമ്മുടെ പ്രതീക്ഷ വെക്കാറുണ്ട്. നമ്മുടെ സാഹചര്യങ്ങളായിരിക്കാം, നമ്മുടെ സഹായകരങ്ങളായിരിക്കാം, മറ്റ് സംവിധാനങ്ങളായിരിക്കാം. പക്ഷേ പലപ്പോഴും അത് നമുക്ക് അന്യപ്പെട്ടു പോകുമ്പോൾ അത് നമ്മളെ വളരെ ദോഷമായി ബാധിക്കാറുണ്ട്. എന്നാൽ ഇന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം. നമുക്ക് നഷ്ടപ്പെടാതെ, നിന്നു പോകാതെ, അന്യപ്പെട്ടു പോകാതെ നിലനിൽക്കുന്നൊരു സഹായമുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും ദൈവത്തിൽ മാത്രമായിരിക്കട്ടെ. അത് ജീവിപ്പാൻ നമ്മെ ബലപ്പെടുത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ മുന്നിലേക്ക് പോകാം. ഗോഡ് ബ്ലെസ് യു.